ഹലോ, വെൽക്കം ടു K2PC. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയാണ്. ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അല്ലെങ്കിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻറ്റോയിൻ ലാവോസിയറാണ്. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഫ്രെഡറിക് വൂളറാണ്. ഫാദർ ഓഫ് ഏർലി കെമിസ്ട്രി ഹയാനാണ്. കെമിസ്ട്രി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആൽക്കമി എന്ന പേരിലായിരുന്നു. ഈ ആൽക്കമി എന്ന പേര് നൽകിയത് അറബികളാണ്. 2011 അന്താരാഷ്ട്ര രസതന്ത്ര വർഷം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കെമിസ്ട്രി ആയിട്ട് നമ്മൾ ആചരിച്ചത്. 1911 റേഡിയവും പൊളോണിയവും കണ്ടെത്തിയതിന് മേരി ക്യൂറിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ 2011 അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2005 ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ടി അനസ്റ്റസ് ആണ്. പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കെമിസ്ട്രിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പുതിയ മെത്തേഡാണ് ഗ്രീൻ കെമിസ്ട്രി. നമ്മൾ പറഞ്ഞു ഗ്രീൻ കെമിസ്ട്രി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ടി അനസ്റ്റസ് ആണ്. ഇനി നമുക്ക് ആറ്റത്തെ പരിചയപ്പെടാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ്, അതായത് ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഈ ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മ എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവാണ് ഡെമോക്രിറ്റസ്. നമ്മൾ പറഞ്ഞു ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണെന്ന്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതും ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പിക്ചറിൽ സെൻട്രൽ പോർഷൻ കാണുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ഒരാറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കണമാണ്. ഓക്കെ, ഇനി ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഒരാറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരാറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ നമുക്ക് പ്രോട്ടോണിനെ വിളിക്കാം. ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അടുത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. പ്രോട്ടോണിന് ചാർജ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഒരാറ്റത്തിൽ ഏറ്റവും ഭാരം കൂടിയിട്ടുള്ള കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷേ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുകയാണ്. എന്താണ് മാസ് നമ്പർ, എന്താണ് അറ്റോമിക നമ്പർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ആണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് അതിലെ ഇലക്ട്രോണുകളാണ്.
അതുപോലെ തന്നെ ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം എന്താണെന്ന് നിർണ്ണയിക്കുന്നതും ഇലക്ട്രോണുകളാണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയ്ക്ക് ഭാരം കുറവായതുകൊണ്ട് തന്നെ അവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും. ഒരാറ്റത്തിനുള്ള ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വച്ചത് ലൂയിസ് ഡി ബോർഗ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെങ്കിലും ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൻ്റെ കണങ്ങളിൽ മറ്റ് ചില സൂക്ഷ്മ കണങ്ങളെ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മിസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ എന്നിവയാണ്. ഇതിൽ നമുക്ക് പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ്. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചേംബർലൈനും സെഗ്രേനും കൂടിയിട്ടാണ്. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞ കണ്ടുപിടുത്തങ്ങൾ ഒന്നുകൂടി പറയാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചേംബർലൈൻ, സെഗ്രേ ഇൻ. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക്. ഇനി നമുക്ക് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്താണെന്ന് നോക്കാം. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയാണ് ഷെൽ എന്ന് പറയുന്നത്. നമ്മൾ KLMN എന്നാണ് ഷെല്ലുകൾ സൂചിപ്പിക്കുക. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് 2n² എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ K ഷെല്ലിൽ 2, Lൽ 8, Mൽ 18, Nൽ 32 എങ്ങനെയാണ് കൊള്ളുന്ന ഇലക്ട്രോണുകൾ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കാണാൻ സാധ്യത കൂടുതലുള്ള മേഖലയെ നമ്മൾ സബ് ഷെൽ എന്ന് പറയും. ആദ്യം പറഞ്ഞത് ഷെല്ലാണ്, ഇത് സബ് ഷെൽ എന്ന് നമ്മൾ പറയും. സബ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നത് SPDF എന്ന സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ്. KLM എന്ന ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. സബ് ഷെല്ലിലെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. S സബ് ഷെല്ലിൽ 2, P സബ് ഷെല്ലിൽ 6, D സബ് ഷെല്ലിൽ 10, F സബ് ഷെല്ലിൽ 14 എന്നിങ്ങനെയാണ്. ഇനി ഓർബിറ്റിന് അല്ലെങ്കിൽ ഷെല്ലിന് ഒരാകൃതിയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് വൃത്തം എന്നുള്ള ഒരേ ഒരു ആകൃതിയാണ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഓർബിറ്റലിന് പല ആകൃതികളുണ്ട്. ഇനി ആറ്റം മോഡലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചിട്ട് ഒരു സാങ്കല്പിക രൂപം അവതരിപ്പിച്ചിട്ടുള്ളത് ജെ തോംസൺ ആണ്. ആദ്യത്തേതും അംഗീകരിച്ചതുമായിട്ടുള്ള ആറ്റം മോഡലാണ് നീൽസിൻ്റെ, അതായത് നീൽസ് ബോറിൻ്റെ ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പോലെയാണെന്നാണ് നീൽസ് ബോർ അവകാശപ്പെടുന്നത്. 1913 നീൽസ് ബോർ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. അടുത്തതാണ് ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് നമ്മുടെ കേക്കിൽ പ്ലം അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക തയ്യാറാക്കിയിട്ടുള്ളത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ഏണസ്റ്റ് റുദർഫോർഡ് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പോലെയാണെന്നാണ്. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടാണ് ആറ്റത്തിൻ്റെ ബോർ മോഡൽ നീൽസ് ബോർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എന്താണ് അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്ന് നോക്കാം. അറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ്. അറ്റോമിക മാസിനെ നമ്മൾ A എന്ന ലെറ്റർ വെച്ച് സൂചിപ്പിക്കാം. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ Z വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത്
പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ്. നമ്മൾ ഇങ്ങനെയാണ് അതിനെ എഴുതുക. എക്സ്, വലിയൊരു എക്സ് എഴുതിയിട്ട് മുകളിലാണ് മാസ് നമ്പർ എഴുതുക, താഴെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എഴുതുക. ഇതിപ്പോൾ ഏത് മൂലകത്തിൻ്റെ ആയാലും മൂലകത്തിൻ്റെ സിമ്പൽ സെൻറ്ററിൽ എഴുതും, മുകളിൽ മാസ് നമ്പറും താഴെ അറ്റോമിക് നമ്പറുമാണ് എഴുതുക. ഐസോടോപ്സും ഐസോബാർസും ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ. ഇനി ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫ്രെഡറിക് സോദിയാണ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്. 10 ഐസോടോപ്പുകളാണുള്ളത് ടിന്നിന്. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ നമുക്കൊന്ന് വിശദീകരിക്കാം. ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ 1H1 ആണ് പ്രോട്ടിയം, 1H2 ഡ്യൂട്ടീരിയം, 1H3 ട്രിഷ്യം. അതായത് ഇവയുടെ ഒക്കെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നും മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻറ്റുമാണ്. പ്രോട്ടിയം കണ്ടെത്തിയത് കാവൻഡിഷാണ്. സാധാരണ ഹൈഡ്രജൻ എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. പ്രോട്ടിയം ചേർത്ത ജലമാണ് സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മൃദുജലം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജൻ ഐസോടോപ്പാണ് പ്രോട്ടിയം. രണ്ടാമത്തത് ഡ്യൂട്ടീരിയം. കണ്ടെത്തിയത് ഹരോൾഡ് യൂറേയാണ്. ഡ്യൂട്ടീരിയം ചേർത്ത ജലത്തെ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്ന് പറയും. ഈ ഘനജലവും ഗ്രാഫൈറ്റും കൂടിയാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഡ്യൂട്ടീരിയം ഘന ഹൈഡ്രജൻ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. മൂന്നാമത്തെയാണ് ട്രിഷ്യം. റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഹൈഡ്രജൻ്റെ ഏക ഐസോടോപ്പാണ് ട്രിഷ്യം. റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാണ് ലാവോസിയർ. നമുക്ക് ലാവോസിയറിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. പറഞ്ഞ പോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രിയാണ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് കൊടുത്ത ശാസ്ത്രജ്ഞനാണ് ലാവോസിയർ. പേര് കൊടുത്ത ശാസ്ത്രജ്ഞനാണ്, കണ്ടുപിടിച്ചത് ഇദ്ദേഹമല്ല. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയുമാണ്. ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തി. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വികിരണങ്ങളായ ആൽഫ, ബീറ്റ എന്നിവ കണ്ടുപിടിച്ചത് റുദർഫോർഡാണ്. ഗാമ വികിരണം കണ്ടെത്തിയത് റുദർഫോർഡ് അല്ല, പോൾ യു വില്യാർഡാണ്. ആൽഫയുടെയും ബീറ്റയുടെയും കൂടെ ഗാമ കൂടി വരരുത്. ആൽഫയും ബീറ്റയും മാത്രമാണ് ഏണസ്റ്റ് റുദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഗാമ വികിരണം കണ്ടെത്തിയത് പോൾ യു വില്യാർഡാണ്. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റുദർഫോർഡാണ്. റേഡിയോ ആക്ടിവിറ്റി മുഖേന ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുക. ഈ ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റുദർഫോർഡാണ്. റുദർഫോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. നൈട്രജൻ വാതകം കണ്ടുപിടിച്ചതും ഒരു റുദർഫോർഡാണ്. പക്ഷേ അത് ഏണസ്റ്റ് റുദർഫോർഡ് അല്ല, ഡാനിയൽ റുദർഫോർഡാണ്. രണ്ടുപേരും തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് ഓണാക്കുക. താങ്ക് യു.